പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ചിന്തയ്ക്കായൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 10, 11, 12 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവത്തിന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മക്കൾക്ക് മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം ദൈവത്തിന് സ്തോത്രം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം ഇങ്ങനെയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യേശുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് സ്തോത്രം യെശയ്യാപ്രവാചകനിൽ കൂടി പ്രവചിച്ച വാക്യമായത്. ദൈവത്തിന് സ്തോത്രം. അത് നിവൃത്തിയായത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം 700 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം അതിന് നിവൃത്തീകരണത്തിലേക്ക് കടന്നു വന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വേളിയിൽ പാർത്തിരുന്നു. അന്ന് തണുപ്പുള്ള രാത്രിയായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൂതൻ അവരുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ആദ്യം അവരോട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്താ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ദൂതൻ അവരുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ക്രിസ്തുമസ് ഡിസംബർ 25 ക്രിസ്തുമസ് കൊണ്ടാടുകയാണ് ലോകമെമ്പാടും. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഹല്ലേലൂയ. അതെന്തെന്ന് ചോദിച്ചാൽ ഒരു മഹാസന്തോഷമാ പ്രിയമുള്ളവരെ. ഒരു സന്തോഷം അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം, ഒരു വലിയ വിടുതലെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൂതന്മാർ ഹല്ലേലൂയ ഇടയന്മാരോട് കടന്നു വന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല, ലോകമെമ്പാടും ജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ദൈവത്തിന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്താ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രവചന പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവനിവിടെ ജനിക്കുമെന്നും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആരുടെ കുലത്തിൽ ജനിക്കുമെന്നുമൊക്കെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ദാവീദിൻ്റെ പട്ടണത്തിൽ ദൈവത്തിന് സ്തോത്രം നമുക്കായി ഒരുവൻ ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവിനെ നമ്മൾ ഹല്ലേലൂയ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വചനത്തിന് മുമ്പാകെ ഞാൻ വളരെ ശക്തമായിട്ട് പറയുക, കർത്താവ് നമ്മുടെ ഉള്ളിലൊന്ന് ജനിക്കണം. ദൈവത്തിന് സ്തോത്രം. ജനിച്ചില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം എത്ര കൊണ്ടാടിയിട്ടും ക്രിസ്തുമസ് കൊണ്ടാടിയിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. ഇവിടെ പറയുകയാണ്, ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നിട്ട് അതിൻ്റെ താഴെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി എന്ന വലിയൊരു ആരാധന അവിടെ കണ്ടു എന്ന് നമ്മളവിടെ വായിക്കും. എന്താ പറയുന്നത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് സമാധാനവുമായി കടന്നു വന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ദൈവത്തിന് ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം അനവധി സമാധാനത്തിന് വേണ്ടി ജനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്.
ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനത്തിൻ്റെ പ്രഭു ദൈവത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മക്കൾക്ക് സമാധാനമെന്ന ദൈവത്തിന് ഒന്നിച്ചവർ പാടി ആരാധിച്ചെന്ന ദൈവത്തിന്. അതുകൊണ്ടായ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ ആരാ? അത്ഭുത മന്ത്രി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാ? അത്ഭുത മന്ത്രി. അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നവന്. ദൈവത്തിന് സ്തോത്രം. രോഗിക്ക് സൗഖ്യം നൽകി കൊടുക്കുവാൻ കഴിയുന്നവന്, മരിച്ചവനെ ഉയർപ്പിപ്പാൻ കഴിയുന്നവന്. ദൈവത്തിന് നമ്മളിങ്ങനെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 11-ാം അധ്യായം, നാറ്റം വെച്ച ലാസർ 4 നാളായവനെ കല്ലറയിൽ നിന്ന് കല്ലറയിൽ വെച്ചവനെ ദൈവത്തിന് സ്തോത്രം കർത്താവ് ഉയർപ്പിച്ചു. മനുഷ്യനെ ഹല്ലേലൂയ ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിയുന്നവൻ. ദൈവത്തിന് സ്തോത്രം. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നൽകി തരുവാൻ കഴിയുന്നവന്. ദൈവത്തിന് സ്തോത്രം. അല്ല മരുഭൂമിയിൽ ദൈവത്തിന് 3 നാളായി കർത്താവിനോട് കൂടെ ഇരുന്ന പുരുഷാരത്തെ 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചവൻ അവൻ അത്ഭുത മന്ത്രിയാ. പ്രിയമുള്ളവരെ, ഇന്നും ഹല്ലേലൂയ ആ അത്ഭുതത്തിന് കുറവ് വന്നിട്ടില്ല. എത്ര പേര് വിശ്വസിക്കും? എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രിയാ, എന്നെ വിടുവിപ്പാൻ കഴിയുന്നവനാ, എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകി തരുവാൻ കഴിയുന്നവനാ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവ് കഴിയുന്നവനാന്ന് നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ആരാ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഹല്ലേലൂയ. കർത്താവിനെ പോലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുവനില്ല. ആ കർത്താവ് നമുക്ക് നമ്മുടെ ആരാവ്? വീരനായ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, എന്നേക്കുമുള്ള പിതാവ്. ഒരു ദിവസത്തേക്ക് മാത്രമുള്ള പിതാവല്ല, എന്നേക്കുമുള്ള പിതാവ്, നിത്യ പിതാവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ആ സമാധാനം പ്രഭു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇവർ പാടി സ്തുതിച്ചത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാന പ്രഭുവാ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തന്നെ ഒരു വാക്യം ഇങ്ങനെ പറയുകയുണ്ട്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന. അന്ധത ദൈവത്തിന് സ്തോത്രം ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ഉദിച്ചെന്ന. യേശുവിൻ്റെ ജനനത്തിൽ സംഭവിച്ചതാ. ഇരുട്ടിൽ തപ്പിക്കിടന്ന ജനം, അന്ധകാരത്തിൽ കിടന്ന ജനത്തിൻ്റെ മേൽ വലിയൊരു വെളിച്ചം പകർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വെളിച്ചമായിട്ടാണ് അവൻ കടന്നു വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വെളിച്ചമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാ? വെളിച്ചമായി ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഇരുട്ടിൽ കിടന്നവരെ, അന്ധകാരത്തിൽ കിടന്നവരെ വിടുവിപ്പാൻ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്നവരെ വിടുവിപ്പാൻ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിപ്പാൻ? അതുകൊണ്ടായ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, 1-ാം അധ്യായം മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. പ്രിയമുള്ളവരെ, എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ, അന്ധതാവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിടിവിപ്പാൻ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. 33 തിരുവഴുത്ത് ഇവിടെ ജീവിച്ചു. കാലഘട്ടം വർഷം ഈ പോയി ഭൂമിയിൽ ജീവിച്ചിട്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. 3-ാം നാൾ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കടന്നു കയറിപ്പോയി. ആ കർത്താവ് ഹല്ലേലൂയ എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുക. പ്രിയമുള്ളവരെ, ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കർത്താവ് വരാറായി. ഈ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നേറാം. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരാറായി. ആ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി തീരാം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ദൈവസ്ഥലത്ത് നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ സമാധാനത്തിൻ്റെ പ്രഭു ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മഹാസന്തോഷം നൽകി തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ദൈവത്തിന് ആരാ നമ്മോട് കൂടെയുള്ളവൻ? ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ രക്ഷിതാവായി ആരെങ്കിലും സ്വീകരിക്കാത്തവരായി ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അവനെ ഒന്ന് കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് ജനിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ജനനം കൊണ്ടാടുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിച്ചില്ല എങ്കിൽ എത്ര കൊണ്ടാടിയിട്ടും കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കണം. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു നമ്മുടെ കർത്താവ് ആ സമാധാനം നമുക്ക് നൽകി തന്നിട്ട് പോയിരിക്കുകയാണ്. നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് എല്ലാ പ്രിയപ്പെട്ട അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.